ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പ്രോസ് വർക്ക് എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതായത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പ്രോസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊരു കാര്യമാണ് പ്രോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോസിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് അതാണ്. ലിറ്റററി പ്രോസും ആവാം, നോൺ ലിറ്റററി പ്രോസും ആവാം. ലിറ്റററി പാസേജ് എന്ന് പറയുമ്പം ഇറ്റ് ഡീൽസ് വിത്ത് ലൈക്ക് ഇമേജസ് ആയിരിക്കും, അതായത് ലൈക്ക് പോയട്രി. പ്രോസ് പാസേജിനകത്ത് നമുക്ക് തീമും ടോണും ജോണറും ഇമേജറിയും ഡിക്ഷനും സിൻഡാക്സും ഒക്കെ വരുന്നുണ്ട്. തീം ആൻഡ് ടോൺ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പാസേജിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്. 3-4 തവണ ആ ഒരു പാസേജ് വായിക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ടോൺ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ പാസേജിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, സീരിയസ് ആണോ, ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത്. ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വൊക്കാബുലറി എന്താണ്, എന്ത് കൈൻഡ് ഓഫ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സിമ്പിൾ എവരുടെ വേർഡ്സ് ആണോ, സ്കോളർലി വേർഡ്സ് ആണോ, ഭയങ്കര ഡിക്ഷൻ നാച്ചുറൽ ആയിട്ടുള്ള വേർഡ്സ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത്, അത് ഓർഡിനറി ആണോ, പിന്നെന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ഡിക്ഷൻ ആണോ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചറൽ സ്റ്റഡി ഓഫ് സെൻറ്റൻസസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സിമ്പിൾ സ്ട്രക്ചർ സെൻറ്റൻസ് ആണോ, കോമ്പൗണ്ട് ആണോ, അതോ കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ, പാസേജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ പാരഗ്രാഫായിട്ട്, പാരഗ്രാഫ് ഡിവിഷൻ ഓഫ് ഐഡിയാസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ, പിന്നെ റൈറ്റർ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, പാറ്റേൺ ഓഫ് സെൻറ്റൻസ് എന്താണ്, പാസേജസിനകത്ത് നിന്ന് മീനിങ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രോസ് പാസേജ് നോക്കുമ്പോൾ അതിൻ്റെ തീം ആൻഡ് ടോൺ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിനകത്ത് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ്. തേർഡ് സെക്ഷനാണ് പാസേജിനെ കുറിച്ചുള്ള സ്റ്റൈൽ മനസ്സിലാക്കേണ്ടത്, അതായത് ഡിക്ഷൻ, സിൻടാക്സ്, റിഥം. ഫോർത്ത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണ് ആ പാസേജിൻ്റെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.